സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു കുഞ്ഞു വ്ളോഗ് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡെയിലി നമ്മൾ ഹെയർ കെയർ അല്ലേ ചെയ്യണത്, അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാം, കുറച്ച് വ്ളോഗൊക്കെ ഇനി ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ വ്ളോഗൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. കുറച്ചല്ല, കുറേ അധികം പണികളുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് വ്ളോഗ് കണ്ടാലോ? അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന കണക്കിന് നമ്മുടെ കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പട്ട, ഗ്രാമ്പു അതൊക്കെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എണ്ണ ഒഴിച്ച് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നതാണ്. അത് ഞാൻ എക്സ്ട്രാ, അത് എല്ലാവരും കാണിക്കണതല്ലേ, അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെയും ഒക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുക. ഇന്ന് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ, അതായത് 4-5 കിലോ ചിക്കനാണ് നമ്മൾ വെക്കണത് കേട്ടോ. അടുപ്പത്താണ് വെക്കണത്. അതാണ് ഞാൻ വീഡിയോ മെയിനായിട്ട് ഷൂട്ട് ചെയ്യാനുള്ള കാരണവും കൂടി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാതിയല്ലേ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്, മുളക് പൊടിയുടെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച 4-5 കിലോ ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 4 ടേബിൾ സ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടി ഉണ്ടാവും കേട്ടോ. അതും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മുടെ താരം വരാൻ പോണത്, നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ഇതൊന്നും ഇട്ട് ഞാൻ ഇതുവരെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടേ ഇല്ല, ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ, അതിൽ കുരു മാത്രം എടുത്ത് കളഞ്ഞിട്ട് ആ ഒരു മുളക് മാത്രം ഒരു കുഞ്ഞു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതാണ്, ക്രഷ് ചെയ്തെടുത്ത പൊടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിലൊരു നമ്മൾ 10-15ഓളം മുളക് ചേർത്തിട്ടാണ് ഇത് പൊടിച്ചെടുത്തിരിക്കണത് കേട്ടോ. ഇത് കൂടുതൽ ക്വാണ്ടിറ്റിയിലുള്ളത് കൊണ്ട് അങ്ങനെ കൂടുതൽ എടുത്തു കേട്ടോ. എന്നിട്ട് ഇതിലോട്ടിട്ട് ഇത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് തൈരാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തൈര്, 2-3 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും ഇതുവരെ ഞാൻ ചിക്കൻ കറിയിലൊന്നും ഒഴിച്ച് ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുന്നതാണ് കേട്ടോ പറയണത്. അപ്പോൾ നമുക്ക് എന്തായാലും ചിക്കൻ കറി വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പരീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ തൈരും കൂടെ ചേർത്ത് നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മളിത് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്ന് നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയത്ത്, അതായത് വേവാനുള്ള ഒരു പരുവം ആവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം 4-5ഓളം ഉരുളക്കിഴങ്ങ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് വേവാൻ വേണ്ടിയിട്ട് കുറേ സമയം വേണ്ടല്ലോ. അപ്പോൾ ചിക്കൻ പാതി വേവ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ 1/4 വേവ് ആവുന്ന സമയത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കുന്ന സമയത്ത് നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും സെയിം ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ നല്ലപോലെ ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ കുറുക്കി എടുക്കണം കേട്ടോ. ഇതിലെ വെള്ളമൊക്കെ വറ്റി വാർന്ന് വരുമ്പോഴാണ് നമ്മുടെ ചിക്കൻ കറി അമ്മി ടേസ്റ്റ് ആവാൻ പോണത്. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുക്കുമ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ്, കാരണം ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു രീതിയിൽ ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക തന്നെ വേണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത് ഒരു ഇഷ്ടമാണ്. അതിനായിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, സവോള, അതേപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് വേവാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ ഇടിയപ്പം ഞാൻ ഇലയിൽ തന്നെ പിഴിഞ്ഞ് വേറെ അടുപ്പത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇടിയപ്പം ആവുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ആവും. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇലയിലാണ് പീച്ചിരിക്കണത്. നമ്മൾ ഇലയിൽ നമ്മുടെ നൂലപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോഴുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇലയിലൊന്നും ആരും ഉണ്ടാക്കാറില്ല. ജസ്റ്റ് നമ്മുടെ ഇഡലി തട്ടത്തിൽ വെച്ച് ഇങ്ങനെ പീച്ചി എടുത്തിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട്
കുറച്ച് സമയം അധികം ഉള്ളത് കൊണ്ടും ഞാൻ വിചാരിച്ചു ഇലയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് തിളപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടു ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. വളരെ സിമ്പിളാണ് നമുക്ക് ഇഷ്ടു ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലേ. അപ്പോൾ ഇഷ്ടു റെഡിയായി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് അപ്പം തന്നെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ ഒരുമിച്ച് കഴുകണം എന്ന് വെച്ചാൽ പാടല്ലേ. അപ്പോൾ ഞാൻ ഓരോന്ന് ഉണ്ടാക്കി കഴിയുമ്പോഴും ഓരോ പാത്രത്തിൽ ഒഴിച്ചൊഴിച്ച് ഞാൻ കഴുകി വെക്കലുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ നൂലപ്പവും റെഡിയായി കഴിഞ്ഞു. അപ്പം ഞാൻ എല്ലാം തന്നെ നമ്മുടെ ഹോട്ട് ബോക്സിൽ ആക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടവും നൂലപ്പവും ഒരേ സമയത്ത് രണ്ടും റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇഷ്ടൂലും ഒതുങ്ങാതെ നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് കറിയും കൂടെ മസാലയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു വിരുന്ന് കൊടുക്കാനുള്ള പ്ലാനാണ്. അപ്പം നമ്മൾ കുറേ അധികം കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കണില്ല. അപ്പുറത്ത് നമ്മുടെ പാൽപ്പായസം അമ്മ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാൽപ്പായസവും ഈ മസാലക്കറിയും വെച്ചത് അമ്മയാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് കൂടുതൽ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. ഞാൻ വേറൊരു പണി, അമ്മ വേറൊരു പണി, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ നൂലപ്പത്തിൻ്റെയും ഇഷ്ടൂൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ചപ്പാത്തി പരത്താൻ തുടങ്ങി കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ വിയർത്തൊലിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് ക്യാമറ ഫേസ് ചെയ്യാൻ പോലും പറ്റണില്ല. വിയർത്തൊഴുകി ആകെ മൊത്തത്തിൽ ഇതായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് 1 കിലോനോളം ചപ്പാത്തിയുടെ മാവ് ഉണ്ടായിരുന്നു. 30-30ഓളം ചപ്പാത്തി ഞാൻ തനിയെ പരത്തി അത് വേവിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് 1 മണിക്കൂറോളം ആ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിന്നതുകൊണ്ട് നല്ലൊരു എന്താ പറയുക, ഭയങ്കര ഒരു ചൂടും ഒന്നും പറയാനില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പല വീഡിയോസിലും കുക്കിംഗ് വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ പല വീഡിയോസിലും പല രീതിയിലാണ് ചപ്പാത്തി ഉണ്ടാക്കി എടുക്കണതും കുഴയ്ക്കണതും ഒക്കെ കേട്ടോ. അപ്പം ഞാൻ സാധാരണ ചൂടുവെള്ളം ഒഴിച്ച് ചപ്പാത്തി കുഴച്ചെടുത്തു. പ്രത്യേകിച്ച് അതിൽ ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് കുഴച്ചെടുത്തത്. പ്രത്യേകിച്ച് അതിലൊന്നും ചേർത്തിട്ടില്ല. അതേപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ഇരുമ്പിൻ്റെ കല്ലിലാണ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണത്. ജസ്റ്റ് ഒന്ന് എണ്ണ തടവിയെടുത്തതിന് ശേഷം അതിൻ്റെ മീതെ നമ്മുടെ ചപ്പാത്തി ഇട്ട് ചപ്പാത്തിയുടെ മീതെ ചെറുങ്ങനെ കുറച്ച് ഓയിലും കൂടി തടവി കൊടുത്തിട്ട്, ഒരുപാടല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാറുള്ളത് കേട്ടോ. അതല്ലെങ്കിൽ കരിഞ്ഞു പോവും, പിന്നെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട്. ചിലർ എങ്ങനെയാണെന്ന് വെച്ചാൽ ചപ്പാത്തിയിൽ ഇതേപോലെ എണ്ണ തടവാതെ ജസ്റ്റ് ചൂടാക്കി ഇങ്ങനെ പൊള്ളിച്ചെടുത്തിട്ടാണ് കഴിക്കാറുള്ളത്. അങ്ങനെയും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഈ ഇരുമ്പിൻ്റെ കല്ലിൽ കുറച്ച് എണ്ണയൊക്കെ തടവി ചപ്പാത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുമ്പോഴാണ് അതിനൊരു മണവും ഗുണവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് പൊന്തി വരും. കണ്ടില്ല, ഭയങ്കര ഡ്രൈ ആണ്, ഓയിൽ കൂടുതലൊന്നും ഒഴിച്ചിട്ടില്ല. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും ഇവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ നെയ്തുക്കുട്ടൻ വീണ് നെറ്റിയിലൊക്കെ നല്ല പോലെ മുറിയാക്കിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനേ പറ്റിയില്ല. കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. ഫുഡ് പോലും നേരെ കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും സമാധാനത്തോടെ ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എനിക്കല്ല, ഒട്ടുമിക്ക അമ്മമാർക്കും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ അല്ലേ. അപ്പോൾ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ പറയൂ കേട്ടോ. നമുക്ക് ഇനിയും വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.